ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോൾഡർ മൂവി മീഡിയ. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന റിവ്യൂ രാജു ഗരി ഗഡി ടു എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന അക്കിനേനി നാഗർജുന്, അശ്വിൻ ബാബു, വെന്നില കിഷോർ, പ്രവീൺ, സീരത്ത് കപൂർ, റാവു രമേശ്, ദേവൻ, അഭിനയ, സമന്ത അക്കിനേനി എന്നിവർ, പിന്നെ നരേഷ്, പിന്നെ ഒരാളുണ്ടായിരുന്നല്ലേ, പിന്നെ നമ്മുടെ അഖണ്ഡ സിനിമയിൽ ബാലയുടെ അച്ഛനായിട്ട് വന്ന അവിനാശ് ചേട്ടൻ എന്നൊക്കെയാണ് സിനിമ അഭിനയിച്ചിരിക്കുന്ന. പടം എങ്ങനെ ചോദിച്ചാൽ അബവ് ആവറേജ് മൂവി. ഒരു അബവ് ആവറേജ് പക്ഷെ കൊള്ളാം. അബവ് ആവറേജ് എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയാമായിരിക്കും, പക്ഷെ കൊള്ളാമെന്നേ നമ്മൾ പറയുള്ളൂ. അത് അങ്ങനത്തെ ഒരു പടമാണ്. പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇതാണ്. ലാഗ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ട്. കുറച്ച് സീൻസ് കൂട്ടി വെച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം ആ ലാഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, പടം കണ്ടിട്ടുള്ളവർക്ക്. ഫസ്റ്റ് ഹാഫിലും ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫിലും ലാഗ് ഉണ്ട്. പക്ഷേ ഒരു സ്ലോ നറേഷനിലൂടെയാണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. എന്നാൽ കുറച്ച് സീൻസ് കൂട്ടി വെച്ചിട്ടുമുണ്ട് ഇവർ. തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പടം ഡയറക്റ്റ് ഓംകാർ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ ഇത് രാജാഗരി ഗഡി 1ഉം 2ഉം ഇങ്ങനെയാണോ ഡയറക്റ്റ് എനിക്ക് അറിഞ്ഞോളാം, ഞാൻ മറന്നുപോയി, സോറി. രാജാഗരി ഗഡി 1ഉം 3 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളതിന് മുമ്പ്. 2 എന്നാണ് കണ്ടത്. അടിപൊളി പടം. ഇന്ന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. 2015 16 എനിക്ക് അറിഞ്ഞൂടാ. ജയസൂര്യയുടെ എന്തോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പടമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. രഞ്ജിത് ശങ്കർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ പടം ഡയറക്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. വേറൊരു പടമല്ലേ, പ്രേതം എന്ന സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്ക് കൂടിയാണ് രാജാഗരി ഗഡി 2. ഇതിൽ ജയസൂര്യയുടെ റോള് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അക്നേനി നാഗർജുന ചെയ്തിരിക്കുന്നു. JPയുടെ റോള് അശ്വിൻ ബാബു ചെയ്തിരിക്കുന്നു. ഷറഫുദ്ദീൻ്റെ റോള് വെന്നില കിഷോർ ചെയ്തിരിക്കുന്നു. അജു വർഗീസിൻ്റെ റോള് പ്രവീൺ ചെയ്തിരിക്കുന്നു. പിന്നെ ശരണ്യ എന്ന് പറഞ്ഞൊരു നടി ഉണ്ടായിരുന്നു പടത്തിൽ വില്ലത്തിയായിട്ട്, അവളുടെ റോള് ചെയ്തിരിക്കുന്ന അഭിനയ എന്ന് പറഞ്ഞൊരു നടിയാണ്. അഭിനയം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏഴമരിവിൽ മറ്റേ ബോധിധർമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയായിട്ട് വന്ന ആളാണ്. എന്തിനാട്ടാ. പിന്നെ ശ്രുതി രാമചന്ദ്രൻ്റെ റോൾ ചെയ്തിരിക്കുന്നത് സമന്ത, മീൻസ് പ്രേതം റോള്. പേർലിക്ക് പകരം സീരത്ത് കപൂർ. പിന്നെ ധർമ്മജന് പകരം എന്തോ പേര് ഞാൻ മറന്നുണ്ട്, ശുഭലങ്ക ശങ്കർ അങ്ങനെ എന്തൊരു പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഹരീഷ് പരടിയുടെ റോള് നരേഷാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ദേവൻ്റെ റോള് ദേവൻ തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. സ്ക്രീൻ പ്ലേയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ ചില ലാഗ്സ് ഉണ്ട്, കൂട്ടി വെച്ച സീൻസിൻ്റെ ലാഗ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീൻസ് കൂട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലാഗും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അത് സ്ക്രീൻ പ്ലേയിൽ കുറച്ച് ഷോ ആയി വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോറി നല്ലതായിട്ടുണ്ട്. മ്യൂസിക് ഇതിന് തമന്നസാണ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്, കൺഗ്രാജുലേഷൻസ് തമന്നസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എഡിറ്റിംഗ് സൂപ്പർ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. VFX സൂപ്പർബ്.
പിന്നെ ആവശ്യമില്ല, സ്റ്റണ്ടൊന്നുമില്ല. ഒരൊറ്റ സീനേ ഉള്ളൂ. അവൻ പറയാൻ ഒറ്റ സീൻ ഞാൻ തൂക്കത്തി കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തറിയാം. പിന്നെ കുറച്ച് ബിൽഡപ്പ് സീൻസ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ബിൽഡപ്പ് സീൻസൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തെലുങ്കെന്ന് പറഞ്ഞാൽ അതൊന്ന് ബിൽഡപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ ഇഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ രാജഗരി ആൻഡ് വെയിറ്റിംഗ് ഫോർ രാജഗരി ഗഡി 4 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ ഓസ്കസ്, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്ട്രോൾഡർ മൂവി മീഡിയ. താങ്ക് യു.